ഒരു മനുഷ്യൻ കുത്തിയിരിപ്പുണ്ട് വർഷങ്ങളായിട്ട്, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാനേ ഉള്ളു ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ സത്യമാണോ? അതാ പറഞ്ഞത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. അതെ സിദ്ധ, ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേൾക്കണത്. ഒന്ന് ചെന്ന് കണ്ടേ സങ്കടം പറഞ്ഞോളൂ. എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇതാണ് നമ്മുടെ കഥാപാത്രം. ഇദ്ദേഹം ആനങ്കോട് ആശ്രമത്തിലെ മഠാധിപതി സ്വാമി വൈകല്യാനന്ദ. സുരേഷ് ഗോപി ജയിപ്പിച്ചത് അങ്ങല്ലേ? ഞാൻ തന്നെയാണ്. അല്ലേ? സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടൊന്നും ഒരു ആവശ്യമില്ല. കാരണം സുരേഷ് ഗോപി 2 പ്രാവശ്യം തോറ്റ് 2 പ്രാവശ്യം താമര വിരിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൈ നോക്കിയിട്ടാണ് ഞാൻ താമര വിരി എന്ന് പറഞ്ഞത്. ഭയങ്കരമായ ആള്. നന്ദി പ്രിൻസി, 1000 നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അപ്പൊ ഞാൻ ഒന്നും പറയണ്ടല്ലോ, അത്രത്തോളം അമാനുഷിക കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത്. സ്വാമി ആരാണെന്ന് എനിക്കറിയാവൂ. അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. അല്ല പ്രതിമ. സിദ്ധന, മഹാസിദ്ധൻ, മഹാവിഷ്ണുവിന്റെ അവതാരമല്ലേ? തീർച്ചയായിട്ടും. അല്ലേ? ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. കുറെ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും. ഭ്രാതന്മാരെ ഞങ്ങൾ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ. അനുഭവത്തിലൂടെ കൈ വെറുതെ വരയ്ക്കാണ്. കൈ വിറയ്ക്കുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞില്ല ഇത് പന്നിപ്പനി. സ്വാമിയുടെ കൈ നിറച്ച് സംഭവം ചില കൈ നിറച്ച് ഓരോരോ സംഭവങ്ങളുണ്ട്. താമരയുണ്ട്, പിന്നെ ശംഖുണ്ട്, ചക്രമുണ്ട്, യേശുവിന്റെ കുരിശും തൊട്ടിയും ഉണ്ട്. എന്ന് വേണ്ട സർവത്ര സാധനം കൈ കൊടുത്തേക്കുക. നീ എന്താ ദിവാൻ അന്തം വിട്ടിരിക്കുന്നത്? അവിശ്വസനീയം അല്ലേ? ഇത് കണ്ട, ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. ക്യാമറയ്ക്ക് മുമ്പ് കണ്ടോ? കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഇത് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടോ, ഇനി അവസരം തരത്തില്ല. ശംഖ്, ചക്രം, ആമ, ഐരാവതം, ഗദ. എന്താ നിനക്ക് കാണാമോ? പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. കോൺസെൻട്രേറ്റ് ചെയ്യണം. എൻ്റെ ജന്മസിദ്ധം എന്ന് പറയുന്നത് ഞാൻ പല രൂപത്തിലും വന്നിട്ടുണ്ട്. 11 അവതാരം എടുത്തിട്ടുണ്ട് ഞാൻ. 4 ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. ഇന്ത്യയിൽ തന്നെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി, ആൾ ആരാണെന്ന് എനിക്കറിയാം. ആരാണത്? അയാൾ ആരാണ്? അത് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തണം. സമയമായി, ഇനി വെച്ചോണ്ടിരിക്കല്ലേ? നരേന്ദ്രമോദി അല്ല അത് ഭഗവാന് ആവശ്യമായിട്ടുള്ളത്. അതായത് ഭഗവാനെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരിൽ ഒന്നാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കുന്ന ഞാനില്ലേ? അത് ഞാനല്ല. അതാണ് വെളിപ്പെടുത്തുള്ളത്. അല്ലല്ല, വെളിപ്പെടുത്ത്. ദേവേന്ദ്രനാണ്. ദേവേന്ദ്രന്റെ ജന്മമാണ് നരേന്ദ്രമോദി. കേട്ട് പഠിക്കടാ. ബാക്കി പറ. ദിലീപ് എന്ന് പറയുന്നത് അർജുന്റെ അവതാരമാണ്. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. നമ്മുടെ മോഹൻലാൽ പടങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കും. അയാളുടെ പടം കുറച്ചൊന്ന് രക്ഷപ്പെടുത്ത് ഒന്ന് പ്രവർത്തിക്കോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. മോഹൻലാലിനെ കുറച്ച് അഹങ്കാരം കൂടിയോ എന്നാണ് ഞാൻ അറിഞ്ഞോടത്തോളം. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ദൈവത്തിന് തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ള ചരിത്രം നമുക്കറിയാം. കാരണം ഞാൻ 5000 വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ട് തല്ലിക്കൊന്ന് കുരിശുമ തറച്ച വ്യക്തിയാണ് ഞാൻ. നിന്റെ കാര്യത്തിൽ തീരുമാനം. നിങ്ങൾ ബന്ധുക്കളോടെയാണോ യേശുവായിട്ട്? എങ്ങനെ വരും? റിലേറ്റീവ് അല്ലല്ല, എന്റെ അംശമാണ് യേശു. കർത്താവേ, കളിച്ച് കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ എന്റെ ശരീരം തൊട്ട് കളിക്കരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി? ഞാൻ എന്റെ ഭാവന നിർത്തി. എന്റെ ഭാവന ബൈബിൾ കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുർആൻ കട്ടെഴുതി? കള്ളൻ.